Yamuna and Deepan, Navaratna Laddu and Veg Spicy Cutlet. Navaratna Laddu, cheesy spicy cutlet. Cheesy spicy vada. Vada. Cheesy spicy vada. Okay. എന്തായാലും ഈ ടേസ്റ്റിംഗ് കഴിയുമ്പോൾ ഇവിടെ ഒരു യുദ്ധം. ടെൻഷൻ ഒന്നും വേണ്ട, നമ്മുടെ പേര് മാറ്റി പറഞ്ഞു. ഒരു ടെൻഷനും ഇല്ല. ചേച്ചി പറഞ്ഞത് വട, പക്ഷെ ക്യാപ്സിക്കം ആണല്ലോ മലയാളി വടയ്ക്ക് കൂട്ടുന്നത് അല്ലേ? ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. സ്പൈസി ഞാൻ പറയട്ടെ. ഒരു അവസരം കൊടുത്തേ. അതായത് ഇത് സ്പൈസി വടയാണ്. അപ്പൊ പച്ചമുളക് ചേർക്കുന്നതിന് പകരം ആ ഫുഡ് ആർട്ടിന് ഐ തിങ്ക്, കാരണം ക്യാപ്സിക്കൻ പല കളർ ഉണ്ടല്ലോ, ഗ്രീൻ ഉണ്ട്, യെല്ലോ ഉണ്ട്, റെഡ് ഉണ്ട്. സോ അപ്പൊ അത് ഫുഡ് ആർട്ടിന്റെ ഭാഗമായിട്ട് സ്പൈസി എന്ന് ഉദ്ദേശിച്ചപ്പോൾ ക്യാപ്സിക്കം ആ കളറിൽ. ഏത് നാട്ടിൽ നിന്ന് വന്ന വടയാണ് ഏത്? ഇത് യമുന ചേച്ചി കണ്ടുപിടിച്ച വടയാണ്. ഒരു കാര്യം അപ്സരോട് വന്നു. സപ്പോർട്ട് ചെയ്യണമല്ലോ അവരെ. അതെ, ഞാൻ ചോദിച്ചില്ലല്ലോ. അല്ല വേണ്ട, ഇവിടെ അവർക്ക് തമ്മിൽ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യാൻ അറിയാം. ടെൻഷൻ അടിച്ച് നിൽക്കുക. ആയിക്കോട്ടെ, ശരി. അപ്പൊ നമ്മള് വട ടേസ്റ്റ് ചെയ്യാം ആദ്യം അല്ലേ? ശ്രദ്ധിച്ചു നോക്കാം. ഇപ്രാവശ്യം ഞാൻ അപ്സരയ്ക്ക് ടേസ്റ്റ് ചെയ്യാൻ തരും. എനിക്ക് തരാം, കൊതികളുണ്ട്. ചീസി വട ആയതുകൊണ്ട് ചീസിയുടെ ടേസ്റ്റ് എനിക്ക് നന്നായിട്ട് കിട്ടും. സ്പൈസി കിട്ടിയോ? ഭയങ്കരമായിട്ട് എരിയുന്നുണ്ടോ? ഇല്ല. അപ്പൊ സ്പൈസി നമുക്ക് കൊണ്ട് ഇറക്കുന്നില്ല അല്ലേ? അയ്യോ, എനിക്ക് കിട്ടാഞ്ഞിട്ടാണോന്ന് അറിയത്തില്ല. അല്ല, അത് എനിക്ക് തോന്നുന്നു അപ്സര കഴിച്ച പോർഷൻ സെൻട്രൽ പോർഷൻ ആണ്. ആ ചീസിന്റെ ഭാഗത്തോട് കിട്ടി. അപ്പൊ എരിവ് മാറ്റി വെച്ചിട്ടുണ്ടോ? ഇല്ല, മിക്സ് ആണ്. പക്ഷെ സെൻട്രലാണ് ഞങ്ങൾ ആ ചീസ് സെപ്പറേറ്റ് സെൻട്രലാണ് ഞങ്ങൾ ആഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് സൈഡിൽ നിന്ന് കൊടുക്കാം. പെപ്പർ ഉണ്ട്. പെപ്പറാണ് സ്പൈസി എന്ന് പറഞ്ഞാൽ ഇതല്ലേ സ്പൈസി? അങ്ങനെ വരണം, അത്ര വരണം. എന്നാലും സ്പൈസി എന്ന് വിളിക്കാൻ പാടില്ല. പക്ഷേ ഹോട്ട് ആൻഡ് സ്പൈസി സൂപ്പ് എന്ന് വിളിക്കുമ്പോൾ നമുക്ക് അങ്ങനെ വരും, ചൂടായിരിക്കും. നമ്മുടെ എക്സ്ട്രീം ലെവല് ആ സ്പൈസ് വന്നാൽ മാത്രമേ അങ്ങനെ പറയാൻ പറ്റില്ല. പെപ്പറാണ് ആഡ് ചെയ്തത്. പെപ്പറാണ് അതിന് വേണ്ടി ഒരു ജനറൽ നിൽക്കുന്നുണ്ട് അല്ലേ? ഈ പേര് മാത്രമാണ് എൻ്റെ ഒരു പേര് ദോഷം. അതല്ലാത്ത പക്ഷം വൺ ഓഫ് ദ നല്ല ഡിഷാണ്. പിന്നെ നവരത്നത്തിലേക്ക് കടക്കാം. ഇവർക്ക് കൊടുക്കാൻ കഴിക്കാൻ പറ്റില്ല, അതാ പ്രശ്നം. ഒരു ഭാഗം കൊണ്ട് തളർന്നു നിൽക്കുകയാണ്, മറ്റേ ഭാഗം കൊണ്ട് അടിച്ചമർത്തരുത്. ഇതിനെ ഒന്ന് ബ്രീഫ് ചെയ്യാം, ഒന്ന് പറയൂ. നവരത്ന ലഡു ആണ്. ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണോ? അതെ, പക്ഷേ ഈ രണ്ടിന്റെയും പേര് നമ്മൾ അപ്പോഴും തീരുമാനിച്ചത് തന്നെയാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. ഇതിനകത്ത് നവരത്ന പറയാം 9 ഐറ്റംസ് ഇതിനകത്തുണ്ട്. എള്ള്, നെയ്യുണ്ട്, കാഷ്യൂ ഉണ്ട്, കപ്പലണ്ടി ഉണ്ട്, പിന്നെ ഡേറ്റ്സ് ഉണ്ട്, പിന്നെ കോക്കനട്ട് ഉണ്ട്, ഏലക്ക ഉണ്ട്, നെയ്യ് പറഞ്ഞു. അതെ, പറയട്ടെ. പിന്നെന്തായിരുന്നു? പിന്നെ എണ്ണ. ഇത്രയും. എണ്ണയും ഉപയോഗിച്ചിട്ടുണ്ടോ? എണ്ണയില്ല, ബ്രൗൺ ഷുഗർ. അല്ല, അതല്ല, ബ്രൗൺ ഷുഗർ, ബ്രൗൺ കളറിലുള്ള ബ്രൗൺ ഷുഗർ ആഡ് ചെയ്തു. സാധാരണ ശർക്കരയാണ് അത് ചേർക്കുന്നത്. ഞാൻ ഇത് കാഷ്നട്ട് ഇല്ലാതെ പീനട്ടും ശർക്കരയും ബാക്കി ഐറ്റംസ് വെച്ചിട്ട് വീട്ടിൽ ചെയ്യാറുണ്ട്. അപ്പൊ ശർക്കരയാണ് ഞാൻ ചെയ്യുന്നത്. ജാഗ്രി ഉപയോഗിച്ചാൽ മതിയായിരുന്നു. അല്ല, നമ്മൾ പറഞ്ഞിട്ട് കിട്ടിയില്ല. ആയിക്കോട്ടെ, നന്നായിട്ടുണ്ട്. ഡിഷ് ഡെലീഷ്യസ് ആണ്. ബാക്കി നമുക്ക് റിസൾട്ടിൽ കാണാം. ഓക്കെ.
ഇഷ്ടപ്പെട്ടു.